അതുകൊണ്ട് ഞാൻ ഷൈജലിൻ്റെ സഹായം തേടുമായിരുന്നു ഈ പരീക്ഷയ്ക്ക് പഠിക്കാൻ. അങ്ങനെ ഞങ്ങളവിടെ പോയി ഇടയ്ക്ക് ഇരിക്കുമായിരുന്നു ഈ സ്ഥാപനത്തിൽ. ഷൈജലിൻ്റെ വീട് ദയാപുരം അൻസാരി സ്ഥാപനത്തിൻ്റെ അടുത്താണ്, ചാത്തമംഗലം. അപ്പോൾ അവിടെ ഒരു ദിവസം പോയപ്പോൾ ഒരു കുട്ടിയെ ചേർത്തിട്ട് സ്ഥാപനത്തിലാക്കിയിട്ട് ചെറുപ്പക്കാരായ മാതാപിതാക്കൾ മടങ്ങിപ്പോവാണ് കാറിൽ. ഞങ്ങളിരുന്നിട്ട് LLBക്ക് പ്രിപ്പയർ ചെയ്യുക. ഞാൻ ഷൈജലിനോട് പറഞ്ഞു, ഷൈജലെ നോക്ക്, അങ്ങോട്ട് നോക്ക്, അതൊന്ന് കാണ്. ഈ കാറ് നീ കുട്ടിയെ ഇറക്കാണ്, മാതാവും പിതാവും കൂടി. ബോർഡിംഗ് ആണ് സ്ഥാപനം. പിന്നെ ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ ശേഷം കുട്ടി വീട്ടിലെത്തുള്ളൂ, അല്ലെങ്കിൽ കുട്ടിയെ കാണാൻ രക്ഷിതാക്കൾ എത്തുള്ളൂ. അപ്പോൾ കുട്ടി കരയാണ്, അടങ്ങാതെ കരയാണ്, സങ്കടപ്പെട്ട് കരയാണ്. ആ കുട്ടിക്ക് മാതാവിൻ്റെ പിതാവിൻ്റെയും കൂടെ പോകണം. ഇവര് കുട്ടിയെ പിടിച്ചിറക്കുകയാണ്. ആ പ്രായമാണ്. എനിക്കെൻ്റെ പുസ്തകത്തിൽ LLBക്കുള്ള പഠനമൊക്കെ പോയി. ഞാൻ എൻ്റെ കുഞ്ഞുനാൾ ഓർത്തു. അതാണ് പ്രശ്നം. മാതാവിൻ്റെ കോന്തല പിടിച്ച് കരയേണ്ട കാലത്ത് അതിന് അവസരം കൊടുക്കുന്നതാണ് വിദ്യാഭ്യാസം എന്നാണ് എൻ്റെ വിശ്വാസം. മാതാവിൻ്റെ മടിത്തട്ടിലാണ് വിദ്യാഭ്യാസം. മാതാവാണ് സർവകലാശാല. മാതൃഭാഷ മാത്രം പകർന്നവരല്ല, അമ്മിഞ്ഞ പാലിൻ്റെ കൂടെ സംസ്കാരവും അറിവും ഒക്കെ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതുതന്നെയാണ് പാഠശാല, അതുതന്നെയാണ് ഗ്രന്ഥശാല, അതുതന്നെയാണ് സർവകലാശാല, അതുതന്നെയാണ് സംസ്കാരത്തിൻ്റെ ഗോപുരം, അതുതന്നെയാണ് ആത്മീയതയുടെ തീർത്ഥസ്ഥാനം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഷൈജലെ കുട്ടിയെ നോക്ക്, പുസ്തകമൊക്കെ അടച്ചു വെക്ക്. കുട്ടി കരയാണ്. ഉമ്മയുടെ അടുക്കൽ എത്താനുള്ള കൊതി, വ്യഗ്രത, സങ്കടം, ആരോടും പറയാൻ വയ്യ, ചെറിയ പ്രായം, പറഞ്ഞാലും ആരും കേൾക്കൂല. കുട്ടികളുടെ സ്വരം ആരും ശ്രദ്ധിക്കൂലല്ലോ. ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം ആക്രമിക്കപ്പെടുന്നത് കുഞ്ഞുങ്ങളല്ലേ? അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണല്ലോ. കേരളത്തിനൊരു സംസ്കാരം ഉണ്ടോ അല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടോ? ഇപ്പോൾ കുഞ്ഞുങ്ങൾ ആക്രമിക്കപ്പെടുന്ന ഒരു നാടിനും സംസ്കാരമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ തൊട്ടതിനൊക്കെ പാശ്ചാത്യ സംസ്കാരത്തെയും പാശ്ചാത്യ സമൂഹങ്ങളെ ആക്ഷേപിക്കാറുണ്ട്. മറ്റ് രാജ്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് അന്വേഷിക്കണം, അവിടെ കുഞ്ഞുങ്ങൾ ആക്രമിക്കാറുണ്ടോ എന്ന്. മുതിർന്നവർ മാത്രമല്ല, സ്വന്തം വീട്ടുകാർ. എന്തൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ നടന്നത്? വീട്ടുകാരുടെ പീഡനങ്ങളാൽ കുഞ്ഞുങ്ങൾ മരിച്ചത്. പോസ്റ്റ്മോർട്ടത്തിൽ 15 ദിവസം മുമ്പുള്ള മാമ്പഴത്തിൻ്റെ കഷ്ണം മാത്രം കിട്ടിയത്. 15 ദിവസം വീട്ടുകാർ അന്നം കൊടുത്തിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് മെഡിക്കൽ കോളേജ് അധികൃതർ, പോസ്റ്റ്മോർട്ടം ചെയ്തവർ രേഖപ്പെടുത്തിയത്. ഇതൊക്കെ വലിയ വിഷയങ്ങളാണ്. നമ്മൾ ഈ പുറത്തുള്ള ബഹളങ്ങളല്ല കേൾക്കേണ്ടത്, അടക്കി പിടിച്ച കരച്ചിൽ കേൾക്കണം. വീടുകൾക്കകത്തുനിന്ന് മുഴങ്ങുന്ന തേങ്ങൽ കേൾക്കണം. അത് കേൾക്കുമ്പോഴേ നമ്മൾ സംസ്കാര സമ്പന്നരാകുന്നുള്ളൂ. കുഞ്ഞുങ്ങളെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, കാരണം അവർക്ക് വോട്ടവകാശം പോലും ഇല്ല. 18 വയസ്സായാൽ വോട്ടുണ്ടാവും. അപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കാർ ശ്രദ്ധിക്കും. ആരും ശ്രദ്ധിക്കാത്തവരായി ഇന്ന് കുഞ്ഞുങ്ങൾ മാറി. ജീവിതത്തിൻ്റെ രണ്ടറ്റം എങ്ങനെയാണോ അതിനനുസരിച്ചാണ് സംസ്കാരത്തെ അളക്കേണ്ടത്. ഒന്ന് ശൈശവം, മറ്റൊന്ന് വാർദ്ധക്യം. ബാലസ്ഥാവൽ ക്രീഡാസക്ത തരുണസ്ഥാവൽ തരുണീസക്ത വൃദ്ധസ്ഥാവൽ ചിന്താസക്ത. ബാലനായിരിക്കുമ്പോൾ കളികളിൽ മുഴുകാൻ മോഹം, ശങ്കരാചാര്യർ പറഞ്ഞ പോലെ. യുവാവായിരിക്കുമ്പോൾ തരുണികളിൽ ആസക്തൻ, വൃദ്ധനായപ്പോൾ ചിന്തയിൽ ആസക്തനായി. ആ ചിന്തയിൽ ആസക്തനായ അച്ഛനെയും അമ്മയും, ആസക്തരായിട്ടുള്ള അച്ഛനെയും അമ്മയും, തിരിഞ്ഞു നോക്കാത്ത മക്കള്, കുട്ടികളെ ശ്രദ്ധിക്കാത്ത മാതാപിതാക്കള്, സമൂഹം, കുടുംബം. പിന്നെ എന്താ നമ്മൾ ഈ സംസ്കാരത്തെക്കുറിച്ച് പറയുന്നത്? എന്ത് കൾച്ചർ? കൾച്ചർ എന്താ? ഉയർന്നു പോകുന്ന കോൺക്രീറ്റിന്റെ കെട്ടിടങ്ങളാ. സംസ്കാരം എന്താ? അവിടെ ഉയർന്നു പോകുന്ന ആശുപത്രികളാ. സംസ്കാരം ബിരുദങ്ങൾ വിതരണം ചെയ്യുന്ന കോളേജുകളാ. ഇതൊക്കെ പുറംപൂച്ചാണ്. അകത്തേക്ക് നോക്കിയാൽ ഇരുട്ടാണ്, കൂരിരുട്ടാണ്.
ആ കൂരിരുട്ടിനെ ഭേദിക്കാനുള്ളതായ ഉൾവെളിച്ചം പകർന്നു കിട്ടുമ്പോഴേ നാം സംസ്കാരത്തെ ആർജിക്കുന്നുള്ളൂ. ഇക്ബാലിന്റെ വരികളുണ്ട്, ജിസ്നെ സൂരജ് കി ശുആവോं को गिरफ्तार किया अपनी शबे तारीख की न सफर कर सका. സൂര്യന്റെ സൂര്യരശ്മികളെ കീഴടക്കിയവന് തന്റെ ഇരുണ്ട രാവിനൊരു പ്രഭാതം കൊടുക്കാൻ കഴിഞ്ഞില്ല. റിസർച്ചിന്റെ ടോപ്പിക് സൂര്യനായിരുന്നു. സൂര്യന്റെ രശ്മികളെ കുറിച്ചായിരുന്നു ഗവേഷണ വിഷയം അതായിരുന്നു. പക്ഷേ സ്വന്തം ജീവിതത്തിൽ വെളിച്ചത്തിന്റെ ഒരു കിരണം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, വെളിച്ചത്തിന്റെ ഒരു തുള്ളി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. സ്വന്തം ഇരുണ്ട രാവിന് അപ്നി ശബേ താരീഖ് കോ ന സെഹർ കർ സക. രാവ് ഇരുണ്ട രാവായിട്ട് തന്നെ തുടർന്നു, വെളിച്ചമുള്ളൊരു പ്രഭാതം കൊടുക്കാൻ കഴിഞ്ഞില്ല ആ രാത്രിക്ക്. ഇതാണ് ഇന്നത്തെ തലമുറയുടെ സ്വത്വ പ്രതിസന്ധി. ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധിയോ സാമൂഹിക പ്രതിസന്ധിയോ ഒന്നുമല്ല, മാനവ പ്രതിസന്ധിയാണ്, ഹ്യൂമൻ ക്രൈസിസ് ആണ്. ആ ഹ്യൂമൻ ക്രൈസിന്റെ അടയാളങ്ങളാണ് ഇതൊക്കെ. ചുരുക്കത്തിൽ ദയാപുരം സ്കൂളിന്റെ മുറ്റത്തേക്ക് തന്നെ മടങ്ങുക. കുട്ടിയെ അവിടെ ആക്കിയിട്ട് മാതാപിതാക്കൾ കാറ് തിരിച്ചു വിട്ടിട്ട് ഓടുകയാണ്. കാറിലേക്ക് നോക്കിയിട്ട് കൈ ഇങ്ങനെ നീട്ടിയിട്ട് അവരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടി അണയാൻ തുനിഞ്ഞു നിൽക്കുന്ന കുട്ടി, വാവിട്ട് കരയുന്ന കുഞ്ഞ്, അവന്റെ കണ്ണിന്റെ മുമ്പെന്ന് കാറിങ്ങനെ മറിഞ്ഞു പോകുമ്പോ മാതാപിതാക്കൾ ഇങ്ങനെ കൈ കാണിക്കുമ്പോ ഈ കുട്ടികളാണ് നാളെ ഈ മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി വെടിഞ്ഞിട്ട് കൈ കാണിച്ചിട്ട് യാത്ര അയക്കണത്. ചരിത്രം ആവർത്തിക്കുക മാത്രമല്ല, ചരിത്രം ചിലപ്പോൾ തിരിച്ചടിക്കും. എല്ലാവരും അങ്ങനെ ആയിട്ട് ചെയ്യുന്നു എന്നല്ല ഞാൻ പറയുന്നത്. മാതാപിതാക്കൾ നന്നായി നോക്കി വളർത്തിയ മക്കൾ മാതാപിതാക്കൾ അവഗണിക്കുന്നുണ്ട്, വൃദ്ധസദനത്തിൽ തള്ളുന്നുണ്ട്. ഇപ്പോഴിപ്പോ കുറച്ചു കാലമായി ഇതുണ്ട്. അവഗണിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ, സ്നേഹം അനുഭവിക്കാത്ത കുഞ്ഞുങ്ങൾ. ഉള്ള മുതലല്ലേ കൊടുക്കാൻ കഴിയൂ. കയ്യിൽ കാശില്ലാത്തവൻ എങ്ങനെ മറ്റുള്ളവർക്ക് കാശ് കൊടുത്ത് ദാനം ചെയ്യുക? സ്നേഹം ആസ്വദിക്കാത്തവന് അനുഭവിക്കാത്തവന് ഇത് കൊടുക്കാനും കഴിയില്ല. ഇത് ഞാനത് ഓർത്തു വന്ന് ഒരു ദിവസം വിമാനത്തിൽ ടേക്ക് ഓഫിന്റെ സമയത്തൊരു കുട്ടി വല്ലാതെ കരഞ്ഞു. ചിലപ്പോൾ ഈ പ്രഷർ കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കാതൊക്കെ വേദനിച്ചിട്ടുണ്ടൊരു വല്ലാത്ത കരച്ചിൽ. ഈ കുട്ടിയുടെ മാതാവ് കുഞ്ഞിനെയും കൊണ്ട് കഷ്ടപ്പെട്ടു. എന്ത് ചെയ്യണമെന്നറിയാതെ വിമാനത്തിൽ മുഴുവനും ഈ കരച്ചിലിന്റെ ശബ്ദം എല്ലാവരും ശ്രദ്ധിക്കാനും തുടങ്ങുമ്പോൾ മാതാവ് വല്ലാതെ വിഷമിച്ചു പോകുന്നൊരു ഘട്ടമാണ്. ഒരു എയർ ഹോസ്റ്റസ് ഓടി അങ്ങ് ചെന്നിട്ട് കുഞ്ഞിനെ വാരി അങ്ങ് എടുത്തിട്ട് അങ്ങ് ഓടിപ്പോയി. പുറത്ത് 2 തട്ടും തട്ടി. കുഞ്ഞ് എത്ര സമാധാനത്തിലാണ് കരച്ചിൽ നിർത്തിയത്. സ്ത്രീ ദൈവം ഇതിനു വേണ്ടി സൃഷ്ടിച്ചതാ. കാരുണ്യം, മൃദുലത, സ്നേഹം, ആലംബം, സാന്ത്വനം. ദാമ്പത്യത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അവളിൽ ലയം പ്രാപിക്കാൻ, നിങ്ങൾക്ക് അവളിൽ സമാധാനപ്പെടാൻ. ലിതസ്കുനു ഇലൈഹ എന്നാണ് അറബിയിൽ പറയുന്നത്. സുക്കൂൻ എന്ന അറബി പറഞ്ഞാൽ സംതൃപ്തമായ പരമശാന്തിയാണ്, വിശ്രാന്തിയാണ്. അതാണ് സ്ത്രീ. അതിന്റെ മൂർത്തരൂപമാണ് അമ്മ. അത് മക്കൾക്ക് നിഷേധിക്കുന്നതിൽ കവിഞ്ഞൊരു മഹാഭാവമില്ല എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. വിദ്യാഭ്യാസത്തിന്റെ പേരിലാകട്ടെ മറ്റെന്തിന്റെ പേരിലാകട്ടെ അതൊരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ല. 19 വയസ്സായിട്ട് സ്റ്റിൽ ഹിസ് മദർ ഈസ് അലൈവ്. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നോ? കാത്തിരിക്കുന്നോ? രാത്രി എന്നാ വാതിൽ തുറന്നു കൊടുക്കുന്നോ? ഇംഗ്ലീഷിൽ ആ പഴമൊഴി ഉണ്ടല്ലോ, വിജയിക്കുന്ന ഏത് പുരുഷന്റെ പിറകിൽ ഒരു സ്ത്രീ ഉണ്ട്. പഴമൊഴിയൊക്കെ നല്ലതെന്ന് ഞാൻ പറയാറുണ്ട്, ചെറിയ തിരുത്ത് വേണം. അത് പാശ്ചാത്യ സംസ്കാരത്തിൽ ഗണിക്കപ്പെട്ട പോലെ ഭാര്യയല്ല, അമ്മയാണ്. SLC പരീക്ഷ കഴിയുന്നവരെ അമ്മ ഒന്ന് മാറി പാർത്തു തരുമോ? മകൾക്ക് SLCയാ, രാത്രി ഉറക്കളച്ച് പഠിക്കണം. അതിനിടയിൽ അമ്മയുടെ ഞരക്കും മൂളക്കും ഒരു ശല്യമാണ് എന്ന് അമ്മയെ ഉപദേശിക്കുന്ന മക്കളുടെ കാലമാണ്.